ഒരു മുഴുവൻ സമയ രാഷ്ട്രീയക്കാരൻ അല്ലാതിരുന്നിട്ട് കൂടി രാഷ്ട്രീയത്തിലേക്ക് വരികയും തിരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി വിജയം തിരുവനന്തപുരത്ത് നേടുകയും ചെയ്ത ശേഷം രാഷ്ട്രീയക്കാരെ മുഴുവൻ മുൾമുലയിൽ നിർത്താനുള്ള ഒരു ചാതുര്യം ശശി തരൂരിന് ലഭിച്ചു. പലപ്പോഴും ഇപ്പോൾ ദാ പോകുന്നു, പുറത്തു പോകുന്നു, BJP ചേരും, ഇതാ കഴിഞ്ഞ 2 ആഴ്ചകളിൽ CPM ചേരും. ഒടുവിൽ ഞങ്ങൾ ഒരേ പാതയിലാണ്, ഹൈക്കമാൻഡും ഞാനും ഒരേ പാതയിലാണ്, കെട്ടിപ്പിടിക്കുന്നു, ചിരിക്കുന്നു. നമ്മൾ പല തവണ നമ്മുടെ കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വത്തിൽ ഈ കെട്ടിപ്പിടിച്ചിരി കണ്ടിട്ടുണ്ട്. എന്താണ് സംഭവിക്കുന്നത്? ആക്ച്വലി ഈ ശശി തരൂരിന് എന്തോ ഒരു മാന്ത്രിക വിദ്യയുള്ള പോലെ തന്നെയാണ്. അദ്ദേഹം ഒട്ട് പോകുന്നുമില്ല, അദ്ദേഹത്തെ വേണ്ടത്ര പരിഗണന കിട്ടുന്നുമില്ല എന്നൊരവസ്ഥയിലല്ലേ അദ്ദേഹം. ശരിക്കും തരൂരിനെ കോൺഗ്രസ് ശരിയായ രീതിയിൽ പരിഗണിക്കുന്നുണ്ടോ, ഉപയോഗിക്കുന്നുണ്ടോ? അല്ല, ഞാൻ ഇദ്ദേഹം മത്സരിച്ചിരുന്നല്ലോ, മത്സരിക്കാനുള്ള ധൈര്യം കാട്ടിയിരുന്നല്ലോ. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ കൊടുക്കുന്ന സമയത്ത് എൻ്റെ പല സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ചു, അത് ശരിയാണോ, ഇയാൾ ഇങ്ങനെ പൂച്ചക്കാരാണ്, എന്തിനാ മണി കെട്ടുന്നത്? അപ്പോൾ ഞാൻ അന്ന് എടുത്ത ഒരു നിലപാട് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. കോൺഗ്രസിൻ്റെ വർക്കിംഗ് പ്രസിഡൻ്റായി വരാൻ ഇദ്ദേഹം സർവഥാ യോഗ്യനായിരിക്കാം, ബട്ട് ഹീസ് നോട്ട് എ ക്രൗഡ് പുള്ളർ. അത് ഖാർഗെ തന്നെയാണ്. 2 പേരാണ് ഉള്ളതെങ്കിൽ ബാക്കി ആരുമില്ലെന്നല്ല പറഞ്ഞത്. 2 പേര് ഫൈനൽ റൗണ്ടിലേക്ക് വരുന്നു, 2 പേര് നോമിനേഷൻ കൊടുക്കുന്നു. ഈ ശശി തരൂർ എന്ന മനുഷ്യൻ്റെ ആ ഒരു മനുഷ്യനെ എത്ര പേർക്കറിയാം? കേരളത്തിൽ അറിയാമായിരിക്കും കൂടുതൽ. അത് തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അറിയുന്ന കേരളത്തിൽ, ഇന്ത്യയുടെ കേരളം അല്ലല്ലോ ഇന്ത്യ എന്ന് പറയുന്നത്. പക്ഷേ ഖാർഗെ അങ്ങനെ ഒരു അഭിപ്രായ വോട്ടെടുത്ത് നടത്തിയാൽ പോലും ശശി തരൂരിനെ അറിയാവുന്ന, പക്ഷേ അത് കോൺഗ്രസ് പോലൊരു പാർട്ടിക്ക് അവർക്ക് അത് ഒരു ക്രൗഡ് പുള്ളർ വേണം. അതുകൊണ്ടാണല്ലോ ഒന്നും അറിയാതിരുന്നിട്ട് രാഹുലിനെ പിടിച്ചവിടെ ഇരുത്തുന്നത്. അയാൾ ക്രൗഡ് പുള്ളറാണെന്നൊക്കെ പറഞ്ഞാലും അയാൾക്ക് ആൾക്കാരെ സ്വാധീനിക്കാൻ കഴിയില്ലായിരിക്കാം, പക്ഷേ ഒരുപാട് പേര് അറിയുന്നു. അങ്ങനെയൊക്കെ പഴയതുപോലെ ഒരേപോലെ ബുദ്ധിയും ഒരേപോലെ പൊതുജന സ്വീകാര്യതയും ഉള്ള ആൾക്കാരൊന്നും ഇപ്പം തുലവും കുറവാണെന്നേ. അങ്ങനെ ഇപ്പോൾ ഈ ശശി തരൂരിനെ പോലെ ഒരു മനുഷ്യനാണോ ഖാർഗെ? ഒരിക്കലുമല്ല. വളരെ തീക്ഷ്ണമായ സാഹചര്യങ്ങളിൽ കൂടി, സാമൂഹ്യ സാഹചര്യങ്ങളിൽ കൂടി വളർന്നു വന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. പലതും അദ്ദേഹം മറച്ചു പിടിച്ചാണ് വാസ്തവത്തിൽ ഇപ്പോൾ ജീവിത സാഹചര്യങ്ങൾ, പല സംഭവങ്ങൾ ഒക്കെ മറച്ചു പിടിച്ചിട്ടാണ് അദ്ദേഹം കോൺഗ്രസിൻ്റെ ദേശീയ പ്രസിഡന്റ് സ്ഥാനത്ത് എത്തിക്കുന്നത്. വളരെ അതിന് യോഗ്യനുമാണ് അയാൾ. എനിക്ക് അന്നും ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു, ഇദ്ദേഹം ഒരുപക്ഷേ ഇന്ത്യയിലെ ഒരു നല്ല ക്യാബിനറ്റ് റാങ്കിനുള്ള വിദേശമന്ത്രിയായിരിക്കാനും അല്ലെങ്കിൽ UN വലിയ പൊസിഷൻസ് ഇനിയും ഇരിക്കാനുള്ള യോഗ്യത തരൂരുണ്ട്. പക്ഷേ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരിക്കുക എന്ന് പറയുന്നതിനോട്, കാരണം അത് കേരളത്തിൽ സംഭവിച്ചേക്കാം. കേരളത്തിലെ ആൾക്കാർ ചിലപ്പോൾ മുഖ്യമന്ത്രിയായിട്ടും തരൂരിനെ അംഗീകരിച്ചേക്കാം. കാരണം തരൂർ ആരാണെന്ന് അവർക്കറിയാം, തരൂരിൻ്റെ കഴിവുകൾ അവർക്കറിയാം. പക്ഷേ ഈ കഴിവുകളൊന്നും കൊണ്ട് നോർത്തിൽ പോയിട്ട് യാതൊരു കാര്യമില്ല. സാധാരണ ഇംഗ്ലീഷ് തന്നെ അറിയുന്ന എത്ര പേരുണ്ട്? അപ്പോൾ ഒരു പ്രശ്നമുണ്ടല്ലോ സാറേ, ശശി തരൂരിനെ കേരളത്തിലുള്ളവർക്ക് അറിയാം, അതുകൊണ്ട് തന്നെ കേരളത്തിലുള്ളവർ അദ്ദേഹത്തെ അംഗീകരിക്കുന്നു. ഈ ശശി തരൂരിനെ വടക്കേ ഇന്ത്യയിലുള്ള, നോർത്തിലുള്ള, അല്ലെ ഇന്ത്യയിൽ മൊത്തത്തിൽ പരിചയപ്പെടുത്തേണ്ടത് കോൺഗ്രസ്സുകാർ തന്നെയല്ലേ? അദ്ദേഹത്തെ അവരെ ഒതുക്കി നിർത്താതെ ഇത്രയും മിടുക്കനായൊരു മനുഷ്യനെ എല്ലാ അർത്ഥത്തിലും അദ്ദേഹത്തിന് ഒരുപാട് പ്ലസ് പോയിന്റുകളുണ്ട്. ഒന്ന്, അദ്ദേഹത്തിന് ഇപ്പോൾ പ്രായമുണ്ടെങ്കിൽ യുവത്വത്തിന്റെ ഒരു പ്രതീകമായിട്ട് അദ്ദേഹത്തെ അവതരിപ്പിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ എടുത്ത് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഫിഗറാണ് അദ്ദേഹത്തിൻ്റെത്. പിന്നെ അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം വളരെയേറെ പ്രൗഢമായൊരു പശ്ചാത്തലം അദ്ദേഹത്തിൻ്റെ ബ്യൂറോക്രസിയുടെ ഭാഗമായിട്ട് ഇൻ്റർനാഷണൽ ലെവലുണ്ട്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയത്തിലേക്ക് വന്നതിന് ശേഷമാണെങ്കിലും പക്വമായ നിലപാടുകൾ എടുക്കുന്ന ഒരു മനുഷ്യനാണ്. ഇത് നമ്മൾ അന്ധമായിട്ട് ഒരു ഗവൺമെൻറ്റിനെ എതിർക്കുകയല്ല വേണ്ടത്, പ്രശ്നാധിഷ്ഠിതമായിട്ട് എതിർക്കുകയാണ് വേണ്ടതെന്ന് പറഞ്ഞ ഒരേ ഒരു രാഷ്ട്രീയക്കാരനാണ് ശശി തരൂർ. കോൺഗ്രസ്സിലെ മോദിയെ അനുകൂലിക്കുന്നത് ഒരുപക്ഷെ അദ്ദേഹം അനുകൂലിക്കേണ്ട കാര്യങ്ങളിലേ അനുകൂലിക്കുന്നുള്ളൂ, അല്ലാതെ എല്ലാത്തിനും കയറി അനുകൂലിക്കുന്നുമില്ല. അപ്പം അങ്ങനെയുള്ള ഒരു സംശുദ്ധമായ രീതിയിൽ രാഷ്ട്രീയത്തെ നോക്കിക്കാണുന്ന ഒരാളെ കോൺഗ്രസ്സിന് ആവശ്യമായിട്ടും നെഹ്റു കുടുംബത്തിൻ്റെ ഒരു ഗ്ലാനി അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ദോഷം വരുമോ എന്നതുകൊണ്ട് ഒതുക്കി നിർത്തുന്ന നിരവധി ആൾക്കാരുടെ പട്ടികയിലേക്ക് ശശി തരൂരിനെ ഒതുക്കുന്നതുകൊണ്ടുള്ള നഷ്ടം കോൺഗ്രസ്സിന് തന്നെ കോൺഗ്രസ്സിനുണ്ട്. കോൺഗ്രസ് ഇദ്ദേഹത്തെ ഉപയോഗിക്കേണ്ടത് ഒരു പ്രത്യേക തലത്തിന് മുകളിലാണ്. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇദ്ദേഹത്തെ കൃത്യമായ രീതിയിൽ ഉപയോഗിച്ച് കണ്ടില്ല എന്നുള്ളതാണ്. ഇദ്ദേഹത്തെ ഉപയോഗിക്കണമായിരുന്നു കോൺഗ്രസ്. ഇദ്ദേഹത്തിൽ പോലും ഒരാൾ വരുമ്പോൾ അതിനെ വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ച് നമുക്ക് കിട്ടുന്ന വാർത്തകളൊക്കെ ശരിയാണെങ്കിൽ അദ്ദേഹം പല ആൾക്കാരുമായി ഡിസ്കഷൻസോ അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആൾക്കാർ
പല ചർച്ചകളും നടത്തിയിരുന്നതാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതിൻ്റെ 100% അതിന് സത്യസന്ധമായ കാര്യങ്ങളാണോന്നും നമുക്കറിയില്ല. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് നമ്മൾ വരികൾ എനിക്ക് കൃത്യമായി ഓർമ്മയില്ല, എങ്കിലും വർഷങ്ങളുടെ ഓർമ്മയിൽ നിന്ന് പെട്ടെന്ന് വന്നാണ് ഞാൻ പറയുന്നത്. ഈ ഹിന്ദിയിലൊരു വരിയുണ്ട്, ജയ്സേ ഉടി ജഹാസ് സേ പഞ്ചി ഫിർ ജഹാസ് പേ ആവേന്ന്. അതാണെന്ന് തോന്നുന്നു എൻ്റെ വരി, ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുള്ളൂ. അതായത് കപ്പലിൽ നിന്ന് അതിലുണ്ടായിരുന്നൊരു പക്ഷി കടലിൻ്റെ ഉള്ളിലേക്ക് കപ്പൽ പോകുമ്പോൾ കപ്പൽ ഒരു അതൃപ്തി തോന്നിയിട്ട് ഇത് പറന്നു പോവുകയാണ്. പറന്നു പോയിട്ട് തിരിച്ച് ഒരു മാർഗ്ഗമില്ല എന്ന് കാണുമ്പോൾ തിരിച്ച് കപ്പലിൽ തന്നെ വന്നിരുന്നിട്ട് ഇതാണ് ഇനി അക്കരെ കടക്കാൻ ഇതാണ് മാർഗ്ഗം എന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. എന്ന പോലെ കോൺഗ്രസ് എന്ന് പറയുന്നത് വലിയ മഹാപ്രസ്ഥാനമായിരുന്നു. ഇപ്പോൾ അത് ഒരു ക്ഷയിച്ചൊരവസ്ഥയാണ്. അപ്പോൾ അന്ന് അദ്ദേഹം കോൺഗ്രസിൽ ചേരുന്ന സമയത്ത് കോൺഗ്രസിൽ ഇത്രമേൽ ഗതികെട്ട അവസ്ഥയിലല്ല. അപ്പോൾ അദ്ദേഹം അവിടെ ഇരുന്നു. അപ്പോൾ അവഗണന അദ്ദേഹം നേരിട്ടു. അദ്ദേഹത്തിൻ്റെ കഴിവുകൾ അതേപടി കോൺഗ്രസ്സിന് ഇന്ത്യക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞില്ല. കുറേ നാൾ അദ്ദേഹം ഇരുന്നു. അതൃപ്തി പല ലേഖനങ്ങളിൽ കൂടിയും സംസാരങ്ങളിൽ കൂടി അദ്ദേഹം വ്യക്തമാക്കി. പക്ഷേ അദ്ദേഹത്തിന് ഒരിക്കലും BJP-യിലേക്ക് പോകുമെന്ന് ഞാൻ അന്നും പറയുന്നില്ല, ഇന്ന് ഞാൻ ചിന്തിക്കുന്നുമില്ല. കാരണം അത്രയ്ക്കും അദ്ദേഹം അതിൽ നിശ്ചിതമായി RSSനെയും മറ്റും വിമർശിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മനുഷ്യൻ കോൺഗ്രസ്സിലേക്ക് ഇനി പറന്ന് എവിടെ പോകുമെന്ന് ചിന്തിച്ചിട്ട് വീണ്ടും നിരാശനായി ഇതിൽ തന്നെ ഇരുന്നുകൊണ്ട് മറ്റൊരു കര പറ്റാനുള്ള ശ്രമത്തിൻ്റെ അങ്ങനെ വന്ന് ഇരിക്കുകയാണ് അദ്ദേഹം. ആ ചിരിയാണെന്ന് ഇന്നലെ അദ്ദേഹം കണ്ടത്. എവിടെ അദ്ദേഹം പോകും? ഇനിയെങ്കിലും ഇതൊരു തിരിച്ചറിവായി നിന്നുകൊണ്ട് കോൺഗ്രസ് അദ്ദേഹത്തിൻ്റെ കഴിവുകൾ ഉപയോഗിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. അദ്ദേഹം കഴിവില്ലാത്തവരെന്നുള്ള നമുക്കൊരിക്കലും എന്നെപ്പോലൊരാൾക്ക് ചിന്തിക്കാൻ കഴിയാത്ത കഴിവുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹത്തെ. ഏതായാലും കോൺഗ്രസ് ശരിയായ രീതിയിൽ ഉപയോഗിക്കില്ല എന്നുള്ള കാര്യം യാതൊരു സംശയമില്ലാതെ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. കാരണം ഇപ്പോൾ നടന്നിരിക്കുന്നത് ഒരു അനുനയ ചർച്ച മാത്രമാണ്, എന്തെങ്കിലും പ്രത്യേക ഓഫറുകളല്ല എന്നോർക്കണം. ഇപ്പോൾ ഈ വരുന്ന ഇലക്ഷനിൽ പോലും കേരളത്തിൽ അദ്ദേഹത്തെ മുൻനിർത്തി ഒരു പ്രചരണത്തിന് കോൺഗ്രസ് തയ്യാറായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയാൻ അദ്ദേഹം അഭിപ്രായം സ്വതന്ത്രമായിട്ട് പറയുന്ന ഒരാളാണ്. അദ്ദേഹം ഒരു കേരള യാത്ര നടത്താൻ തൻ്റെ ഇടം കാണിച്ചയാളാണ്. കോൺഗ്രസിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗാന്ധി കുടുംബത്തിൻ്റെ ഇച്ഛയ്ക്ക് വിധേയമായിട്ട് മാത്രം മത്സരിക്കണോ വേണ്ടത് തീരുമാനിക്കുന്നതിനപ്പുറം ജനാധിപത്യം കോൺഗ്രസ്സിൽ എനിക്ക് എങ്കിലും ഉണ്ട് എന്ന രീതിയിൽ ഒരു ഖാർഗെയ്ക്കെതിരെ ഒരു മത്സരം നടത്തിയ ഒരു വ്യക്തിയാണ്. അന്ന് മത്സരത്തിൽ നിഷ്പക്ഷമായിട്ട് നിൽക്കേണ്ട കോൺഗ്രസ് പക്ഷം പിടിച്ചു ഖാർഗെയ്യുടെ പക്ഷം പിടിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ തന്നെ ഇടഞ്ഞ ഒരു അന്തരീക്ഷത്തിലാണുള്ളത്. പിന്നീട് നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ അദ്ദേഹത്തിന് കേരളത്തിലെ രാഷ്ട്രീയ പരിസരത്ത് എന്ത് പ്രസക്തിയാണ് കൊടുത്തിരിക്കുന്നത്? അദ്ദേഹത്തിന് പത്രങ്ങളിൽ എഴുതാം അല്ലെങ്കിൽ എവിടെയെങ്കിലും പ്രഭാഷണം നടത്താം എന്ന് പറയുന്നതിനപ്പുറം കേരള രാഷ്ട്രീയത്തെ അദ്ദേഹത്തെ അകറ്റി നിർത്താൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ പോലും നിലവാരമില്ലാത്ത, അദ്ദേഹത്തിനേക്കാൾ താഴ്ന്ന നിലവാരത്തിലുള്ള നേതാക്കളോടൊപ്പമുള്ള പരിഗണന പോലും അദ്ദേഹത്തിന് കൊടുക്കുന്നില്ല. മുൻനിര നേതാക്കളുടെ പട്ടികയിൽ അദ്ദേഹം വരാതിരിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അബദ്ധവശാലുള്ള നിരവധിയായ കാരണങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഒതുക്കിയതിൻ്റെ ദൃഷ്ടാന്തങ്ങൾ അനവധിയാണ്. അദ്ദേഹം ഫലസ്തീൻ്റെ വിഷയത്തിൽ ശക്തമായ നിലപാടെടുത്തു. അവർ തീവ്രവാദികളാണ്, ഹമാസുകാരെന്ന് പറഞ്ഞു. അപ്പോൾ രാഷ്ട്രീയമായ സത്യസന്ധത കാണിക്കുന്ന ഒരാളെ കേരള രാഷ്ട്രീയത്തിന് ആവശ്യമില്ല. എന്നാൽ ഇനി BJP-യെ നോക്കാം. അദ്ദേഹത്തിന് ഉറപ്പായിട്ടും അദ്ദേഹം CPM-ലേക്ക് പോകില്ലെന്ന് ഞാൻ കരുതുന്നു. കാരണം അദ്ദേഹം ലോകം കണ്ടിട്ടുള്ള ഒരു മനുഷ്യനാണ്. ലോകത്ത് കമ്മ്യൂണിസം ഭരിച്ച രാജ്യങ്ങളുടെ അവസ്ഥ എന്താണെന്ന് കണ്ടിട്ടുള്ള ഒരാൾ. അങ്ങനെയുള്ള ഒരാൾ പിന്നെ കേരളത്തിലെ പ്രത്യേകിച്ചുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ CPM-ന് വലിയ പ്രസക്തി ഇനിയുള്ള കാലങ്ങളിലില്ല എന്ന് അദ്ദേഹം ചിന്തിക്കാനുള്ള ആർജവമുള്ള ഒരു മനുഷ്യൻ. രണ്ടാമത്തെ സാഹചര്യം BJP-യാണ്. BJP-യിൽ അദ്ദേഹത്തെ ഇപ്പോൾ വേണമെങ്കിൽ BJP പരിശ്രമിച്ചാൽ BJP-യിലേക്ക് കൊണ്ടുവരാം. കാരണം അദ്ദേഹത്തിന് BJP-യോട് എതിർപ്പില്ലാത്ത രീതിയിൽ അദ്ദേഹത്തിൻ്റെ മുൻ പ്രസ്താവനകളിൽ നിന്ന് മാറി BJP-യുടെ പല നയങ്ങളും വികസനോന്മുഖമാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. BJP-യോട് കേരളത്തിൽ അദ്ദേഹം മുന്നിൽ നിന്ന് ഏറ്റുമുട്ടാനും തയ്യാറായിട്ടില്ല. പക്ഷേ BJP അദ്ദേഹത്തിന് വെള്ളിത്തളികയിൽ വെച്ചൊരു അധികാര സ്ഥാനം കൊടുക്കണം എന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. എനിക്ക് അർഹതപ്പെട്ടൊരു സ്ഥാനം തന്നാൽ, ഓഫർ ചെയ്താൽ പോകും, അല്ലാതെ അവിടെ ചെന്നിട്ട് ഒരു പിന്നിലെ സീറ്റിൽ ഇരിക്കാൻ അദ്ദേഹം തയ്യാറല്ല. BJP ആകട്ടെ, BJP ചിന്തിക്കുന്നത് ശശി തരൂർ ഇന്നല്ലെങ്കിൽ നാളെ BJP-യിലേക്ക് വന്നേ പറ്റുള്ളൂ. കാരണം വികസനത്തിൻ്റെ ഒപ്പം യാത്ര ചെയ്യണമെങ്കിൽ കോൺഗ്രസ് അതിന് പര്യാപ്തമല്ല. BJP-യാണ് ഇപ്പോൾ നിലവിലുള്ള അതിനുള്ളൊരു സാധ്യത എന്നറിഞ്ഞുകൊണ്ട് അദ്ദേഹം വരുന്നത് വരെ കോൺഗ്രസിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അദ്ദേഹം കാരണമാകട്ടെ. അവരുടെ ആഭ്യന്തര പ്രശ്നത്തിനുള്ള ഒരു ഉപാധിയായിട്ട് അദ്ദേഹം തന്നെ മാറട്ടെ, ഞങ്ങൾ ഇടപെടേണ്ട എന്ന രീതിയിലാണ് BJP നിൽക്കുന്നത്. പിന്നെ വിശേഷിച്ച് BJP ഇപ്പോൾ അദ്ദേഹത്തെ കൊണ്ടുവന്നതെന്നുള്ളതുകൊണ്ട് കേരളത്തിൽ വലിയ ധ്രുവീകരണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഒരുപക്ഷെ അദ്ദേഹം നിൽക്കുന്ന നിയമസഭാ സീറ്റിൽ ജയിക്കും എന്ന് പോലും ഉറപ്പില്ല. ഇനി അങ്ങനെ ജയിക്കുമെന്നുള്ള ഉറപ്പുള്ള സീറ്റിൽ കാലാകാലങ്ങളായിട്ട് BJP-ക്ക് വേണ്ടി ഒരു അധികാരവും ഇല്ലാത്ത കാലഘട്ടത്തിൽ പോലും താഴെ തട്ട് മുതൽ പ്രവർത്തിച്ചു വന്ന് ഇപ്പോൾ ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജയിപ്പിച്ചെടുക്കാവുന്ന BJP-യുടെ പരമ്പരാഗതനായ ഒരു നേതാവിനെ മാറ്റിയിട്ടേ ഇദ്ദേഹത്തിന് നിർത്താൻ പറ്റുകയുള്ളൂ. അതായത് വിജയം ഉറപ്പുള്ളൊരു സീറ്റിൽ. അങ്ങനെ വിജയം ഉറപ്പുള്ളൊരു സീറ്റിൽ ശശി തരൂരിനെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ ശശി തരൂർ ഇന്ന് കോൺഗ്രസിൽ നിൽക്കുന്ന അതേ നിലപാടിൽ BJP-യെയും വിമർശിക്കുക, ആഭ്യന്തര വിമർശനം നടത്താൻ പാടില്ലെന്നുണ്ടോ?
അപ്പോൾ സൂക്ഷിച്ച് മാത്രം കൈകാര്യം ചെയ്യേണ്ട ഒരാളാണ് ശശി തരൂർ. കാരണം അദ്ദേഹം എപ്പോഴും സ്വതന്ത്രമായ നിലപാടെടുക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. അങ്ങനെയുള്ളവർ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അത്ര ഇഷ്ടപ്പെടാറില്ല സാർ. അല്ല, ഇതിനകത്ത് നമ്മൾ ഒന്ന് രണ്ട് കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. കാരണം ഞാൻ ഒരുപാട് തവണ ഇദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ കേൾക്കാനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ അതിശയിപ്പിച്ചിട്ടുള്ള, എനിക്കൊന്നും ഒരു കാലത്തും വായിച്ച് തീർക്കാൻ കഴിയാത്ത, ഏറ്റവും ഒടുവിലായി പിന്നെ ഈ മണിപ്പൂർ ഇഷ്യൂവുമായി ബന്ധപ്പെട്ടിട്ടൊരു സൗത്ത് പാർക്കിൽ അങ്ങോട്ടാണ് തിരുവനന്തപുരത്ത്. അപ്പോൾ ഞാൻ അന്ന് വ്യക്തിപരമായ ചില അസൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ കൂടി ഞാൻ ഓടി അവിടെ പോയി. അപ്പോൾ ഈ മണിപ്പൂർ ഇഷ്യൂസ് വരുമ്പോൾ തന്നെ ഞാൻ അതിൻ്റെ ആഴത്തിലേക്ക്, ഈ മണിപ്പൂർ ഇഷ്യൂവിലേക്ക് ഞാൻ തന്നെ എന്നാൽ കഴിയുന്ന പിന്നെ രീതിയിൽ ഇറങ്ങി നോക്കി. എന്നിട്ട് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു തലം മാത്രമേ ഉള്ളൂ. അവിടെയാണ് എത്തിത്തിട്ടാണ് നമ്മൾ ഈ കണ്ട അഭിപ്രായങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ അത് അവിടെ ചെന്നിരുന്നപ്പോൾ നമുക്കൊരു 50 150 വർഷങ്ങൾ അല്ലെങ്കിൽ 500 വർഷങ്ങൾക്ക് ബാക്കിലോട്ട് നമുക്ക് പോകാൻ കഴിഞ്ഞുള്ളൂ എങ്കിൽ ഇദ്ദേഹം പ്രസംഗത്തിന് ഇരിക്കുന്നു 1 മണിക്കൂറിനകത്തം കൊണ്ടൊരു പ്രഭാഷണമായിരുന്നു അത്. ഇദ്ദേഹം അങ്ങ് വളരെ അത് ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം നേടിയ ഒരു അറിവല്ല, കാലാകാലങ്ങൾ കൊണ്ട് ഇദ്ദേഹം വായിച്ചെടുത്ത അറിവിൽ നിന്നാണ്. അപ്പോൾ ഞാൻ ചിന്തിച്ച് വച്ചിരുന്നതോ എന്നെപ്പോലുള്ള മറ്റാൾക്കാർ ചിന്തിച്ച് വച്ചിരിക്കുന്നതോ ഒന്നുമല്ല. ആ റൂട്ടിൽ നിന്ന് റൂട്ടിലേക്ക് പോവുകയാണ് അദ്ദേഹം. അപ്പോൾ നമ്മൾ കണ്ടിരുന്ന ഒരു ഇഷ്യൂ അല്ല മണിപ്പൂരിൽ നിന്ന്, അദ്ദേഹം കാലാകാലങ്ങളായി വായിച്ചെടുത്തൊരു സംഭവമാണ്. അങ്ങനെയുള്ള മനുഷ്യനെ സ്വാഭാവികമായും ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഒതുക്കരുത് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഗോർബച്ചോവ്, ഗ്ലാസ്നോസ്, പെരിസ്ട്രോയ്ക്കൊക്കെ ശേഷം പിന്നെ ഗോർബച്ചോവൊക്കെ ലോക നേതാക്കൾ പലപ്പോഴും പലയിടങ്ങളിലേക്കും വിസിറ്റിംഗ് പ്രൊഫസറായി പോയി. പൈസ ഉണ്ടാക്കാനല്ല, അന്നത്തെ പൈസയൊക്കെ ഞാൻ ഇപ്പോൾ പറയേണ്ട കാര്യമില്ലാതെ. ഇദ്ദേഹത്തിനും തരൂരിനും വലിയ ഡിമാൻഡാണ്. അപ്പോൾ ലോകമറിയുന്ന യൂണിവേഴ്സിറ്റീസിൽ പോവുക. അപ്പോൾ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ, വളരെ മിടുക്കന്മാരായ വിദ്യാർത്ഥികളുണ്ട്. ആ വിദ്യാർത്ഥികൾക്ക് പിന്നെ ഈ അറിവ്, വായിച്ച അറിവ് ഒരു നിയമസഭാ മണ്ഡലത്തിൽ മാത്രം ഒതുക്കപ്പെടണമെന്ന് ഞാനൊരിക്കലും പറയില്ല. ഇനി അതിന് കാരണമുണ്ട്. കാരണം അങ്ങനെ ലോകത്തിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റിയിലും പഠിപ്പിക്കുന്ന അതിമിടുക്കന്മാരായ വിദ്യാർത്ഥികൾക്ക് ഈ അറിവ് പങ്കെടുക്കുക. നാളെ ഒരു സമയത്ത് ഇതേപോലെ 8, 10, 15, 20, 100 തരൂർമാർ ഉണ്ടാകാനുള്ള ഒരു വളം ഇദ്ദേഹം തന്നെ ഇട്ട് കൊടുക്കുക. പകരം ഇദ്ദേഹത്തെ ഒരു പിന്നെ ഇനിയിപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആകാൻ പോകുന്നില്ല അദ്ദേഹം. ഇവിടെ സംഭവിക്കാവുന്ന കാര്യം പരമാവധി ഇദ്ദേഹത്തിന് നേടിയാൽ കിട്ടുന്നത് ഇദ്ദേഹത്തിന് കേരള മുഖ്യമന്ത്രി സ്ഥാനം ഇദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരിക്കാം. അതൊന്നും കോൺഗ്രസ് അനുവദിച്ചു കൊടുക്കുന്നില്ല. ഇനി അനുവദിച്ചു കൊടുക്കാതെ ഇയാൾ പിന്നെ ഏത് മിനിസ്റ്ററായിട്ടിരിക്കാനാണ്? ഇത് വെറുതെ ഒരു MLA ആയിട്ട് ഇയാൾ അധപ്പതിക്കുന്നുള്ള വാക്കുകൾ അവിടെ ഉപയോഗിക്കാൻ. അങ്ങനെ ഉയർത്തേണ്ടുന്ന ഒരു മനുഷ്യനല്ല ഈ മനുഷ്യൻ. അപ്പോൾ ഇത് ഇദ്ദേഹത്തിൽ നിന്ന് ചൊരിഞ്ഞ് കിട്ടേണ്ടത് ആ അറിവാണ്. പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്തത് എനിക്കിപ്പോഴും മനസ്സിലായില്ല. അത് ലോകമെമ്പാടും കൊണ്ട് ഈ അറിവ്. അതിന് കാരണമുണ്ട് സാർ. അദ്ദേഹം ഒരു നന്ദിയുള്ള മനുഷ്യനാണ്. ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സാധനം വിവരമുള്ളവരുടെ കൂടപ്പിറപ്പായിരിക്കും. കോൺഗ്രസിൻ്റെ നല്ല കാലത്താണ് അദ്ദേഹത്തിന് ഒരു സമ്മാനമായിട്ട് അവർ ആ സ്ഥാനം കൊടുത്തത്. പല ഔദ്യോഗിക സ്ഥാനങ്ങളും അല്ലാതെയും കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ കോൺഗ്രസ് മിനിസ്ട്രിയോട് അദ്ദേഹത്തിന് കടപ്പാടുണ്ട്. അതുകൊണ്ട് മാത്രം നിൽക്കാറില്ല, കോൺഗ്രസിൻ്റെ നയസമീപനം കൊണ്ടല്ല നിൽക്കുന്നത്. അല്ല, കടപ്പാട് കൊണ്ട് ഞാൻ പറഞ്ഞ ഒരു ഭാഗത്തുള്ള നഷ്ടമാണ് ഞാൻ പറയുന്നത്. ആ നഷ്ടം അങ്ങനെ സംഭവിച്ചു കൂടാത്തതാണ്. ഇങ്ങനെയുള്ള മനുഷ്യൻ്റെ പിന്നെ സംഭാവനകൾ ആ രീതിയിൽ വിനിയോഗിക്കപ്പെട്ടാൽ രാജ്യത്തിനും ലോകത്തിനും അത് ഗുണപരമായിരിക്കും. പക്ഷെ നമ്മുടെ കേരളത്തിലെ CPM അദ്ദേഹത്തെ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. BJP ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് CPM ആണ്. പക്ഷേ ഒരു കാരണവശാലും അദ്ദേഹം CPM-ന്റെ ആ ഒരു മനസ്സിലേക്ക് ഒപ്പം നിൽക്കാനായിട്ട്, മാനസിക നിലയ്ക്ക് ഒപ്പം നിൽക്കാനായിട്ട് അത്ര ബുദ്ധി പറഞ്ഞ ഒരാളാണ് തരൂരിനൊക്കെ ചിന്തിക്കാൻ കഴിയില്ല. പിന്നെ അദ്ദേഹം ചിന്തിക്കട്ടെ. ഇപ്പോൾ ഫോർ ദ ടൈം ബീയിങ് അദ്ദേഹത്തിന് ഉചിതമായ പദവികൾ കൊടുക്കാൻ കഴിയുന്നത് രാജ്യത്തിന് പിന്നെ ഇദ്ദേഹത്തിന് ചില പ്രസ്ഥാനങ്ങളൊക്കെ നേരെ കണ്ണടച്ചുകൊണ്ട് അല്ലെങ്കിൽ മുഖം മാറി നിർന്നുകൊണ്ട് ഇദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുന്നൊരു പൊസിഷൻ നൽകാവുന്നത് ഇപ്പോഴത്തെ ഭരണകൂടത്തിനാണ്, കേന്ദ്ര പിന്നെ ഭരിക്കുന്ന. പക്ഷേ അതിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ഒതുക്കലാണ് ഈ അനുനയ ചർച്ച ഇലക്ഷന് മുമ്പ് നടത്തിയിരിക്കുന്നത്. അതിൽ പ്രത്യേക ഒരു ഓഫറും ഇല്ലാത്തതുകൊണ്ട് തന്നെ തൽക്കാലം BJP പ്രവേശനം എന്നത് അദ്ദേഹത്തിൻ്റെ സ്വപ്നമായിട്ട് തന്നെ അവശേഷിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.